ഹായ്, ഞാൻ ഡോക്ടർ വിജയ ബാബു, റിട്ടയേർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ശ്രീ ഫാർമ ആയുർവേദ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു ഗൃഹൌഷധിയാണ് തിപ്പലി. ചുക്ക്, കുരുമുളക്, തിപ്പലി ഇത് മൂന്നിനെയും കൂടി ചേർത്തിട്ട് ത്രികടു, കടുത്രയം, ത്രിയൂഷണം എന്നൊക്കെ ആയുർവേദ ശാസ്ത്രത്തിൽ പരാമർശിക്കാറുണ്ട്. ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്ന പോലെ തിപ്പലി ഇല്ലാത്ത കഷായം വളരെ കുറവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആമാശയ രോഗങ്ങൾക്ക്, കരൾ രോഗങ്ങൾക്ക്, ശ്വസനാവയവങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഇതിനെല്ലാം വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരൗഷധമാണ്. ഇനി ചുക്കും കുരുമുളകൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും. പക്ഷേ തിപ്പലി ചിലപ്പോൾ എല്ലാവർക്കും അത്ര പരിചിതം ആയിക്കൊള്ളണമെന്നില്ല. എന്തായാലും ഞാൻ ഈ ചെടി ഒന്ന് കാണിക്കാം. കണ്ടോ, ഇതാണ് തിപ്പലി. ഇതിപ്പോൾ ഞാനൊരു ചട്ടിയിൽ വളർത്തിയതാ. കണ്ടതാ, ഇതിൻ്റെ കായാണ് ഈ കാണുന്നത്. ഇത് തിരിയിടുമ്പോൾ തന്നെ വെളുത്തിരിക്കും, ചെറിയൊരു പച്ചപ്പോട് കൂടിയിട്ട്. പിന്നെ ശരിക്കും നല്ല മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് ആവുകയും ചെയ്യും. ഇതിപ്പോൾ ശരിക്കും നന്നായി മൂത്തിട്ടില്ല, ചെറിയ പച്ചപ്പ് തന്നെയാണ്. ഇതാ കണ്ടോ, അതിൻ്റെ കായകൾ പറിച്ചെടുത്തതാണ് കേട്ടോ ഇത് ശരിക്കും മൂത്ത കായകളാണ്. കണ്ടല്ലോ, ഇതാണ് തിപ്പലി. ഇത് ശരിക്കും കുരുമുളകിൻ്റെ പോലെ തന്നെയാണ്. ഇപ്പോൾ കുരുമുളക് ഇലയും ചെറിയ ചെറിയ കായാണെങ്കിലും കുരുമുളകിൻ്റെ തന്നെ വളരെ ചെറിയൊരു രൂപം പോലെയാണ് ഇത് ഇരിക്കുക. ഈ തിപ്പലി തന്നെ പലതരത്തിലുണ്ട്. ഇപ്പോൾ ചെറുതിപ്പലി, അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ചെറുതിപ്പലി, വൻതിപ്പലി, കാട്ടുതിപ്പലി അങ്ങനെയൊക്കെ പല വിധത്തിലും കാണുന്നുണ്ട്. വൻതിപ്പലിയുടെ കുറേ കൂടി വലിയ മുളകാണ്. പക്ഷേ അതിന് പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് നിറമായിരിക്കും. നമ്മുടെ വീട്ടിലെ വറ്റൽമുളകൊക്കെ ഇല്ലേ, അതേപോലെ വെച്ചാൽ അത്രയും പഴുത്ത് ചുമന്ന പച്ചമുളകിൻ്റെ പോലെ അത്രയും ചുവപ്പുണ്ടായിരിക്കും അതിന്. എല്ലാം ഉപയോഗങ്ങളൊക്കെ ഒരേപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ ഈ ഫലം മാത്രമല്ല, എന്നുവെച്ചാൽ തിപ്പലി മാത്രമല്ല, തിപ്പലിയുടെ വേരും ഔഷധങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. തിപ്പലിക്ക് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ തിപ്പലി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും അതിൻ്റെ ആ തിപ്പലി എടുത്ത് നല്ല അസലായിട്ട് ഉണക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാൾ ഇരുന്നോളും. തിപ്പലി ഉപയോഗിക്കുമ്പോൾ നന്നായി പൊടിച്ച് വേണം ഉപയോഗിക്കാൻ. നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നമ്മുടെ ടാൽക്കം പൗഡറൊക്കെ പോലെ അത്രയും നന്നായി പൊടിക്കണം. എന്നാലേ അതിൻ്റെ ആ തരിതരിയൊക്കെ നന്നായി പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഗുണം കിട്ടുള്ളൂ. അപ്പോൾ തിപ്പലിയുടെ വേരൊക്കെ കഷായത്തിൽ ഉപയോഗിക്കാം, തിപ്പലിയും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ചുമ, കഫക്കെട്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ തിപ്പലി എടുത്തിട്ട് നല്ല അസലായിട്ട് പൊടിച്ച് കൽക്കണ്ടോ തേനോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് നല്ല ആശ്വാസം തന്നെ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആമാശയ രോഗങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും ഒക്കെ ഈ തിപ്പലി കഷായമായിട്ടും ചൂർണ്ണമായിട്ടും ലേഹ്യമായിട്ടും അരിഷ്ടത്തിലായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ അടുക്കളയിൽ പലതരം രസങ്ങൾ ഉണ്ടാക്കുമല്ലോ. പരിപ്പ് രസം, തക്കാളി രസം, കുരുമുളക് രസം ഇങ്ങനെ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടയിൽ കിറുകിറുപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കുരുമുളക് രസം ഉണ്ടാക്കി ഉപയോഗിച്ചാൽ ആശ്വാസം കിട്ടാറുണ്ട്. അങ്ങനെ ആ കുരുമുളക് രസം ഉണ്ടാക്കുന്നതിൽ തിപ്പലി നന്നായി പൊടിച്ച് ചേർത്ത് ഉണ്ടാക്കിയാൽ കൂടുതൽ നല്ല ഗുണം കിട്ടും. ഇനി ചുമയോട് കൂടിയിട്ട് നല്ല ശ്വാസം മുട്ടലും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ തിപ്പലി എടുക്കുക, കുറച്ച് നെയ്യിൽ നന്നായി വറുത്തിട്ട് നല്ല പൊടിച്ച് ലേശം തേനും ചേർത്തിട്ട് കഴിക്കുന്നത് നല്ല ആശ്വാസം കിട്ടും. ശ്വസനാവയവ രോഗങ്ങൾക്ക് ഇത്രയും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഔഷധിയും ഇല്ല. അതാണ്. അപ്പോൾ വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നന്നായി ഉണക്കിയിട്ട് സൂക്ഷിക്കുക. അതല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്നായാലും ഇത് വാങ്ങി ഒരു ചെറിയ പാത്രത്തിൽ എയർ ടൈറ്റായിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ സൂക്ഷിക്കുക. പലപ്പോഴും ഇതുകൊണ്ട് വളരെ ഉപയോഗം ഉണ്ടാകും. ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്ന ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ബന്ധുക്കൾക്കോ റിലേറ്റീവ്സിനോ വീട്ടുകാർക്കോ ആർക്ക് വേണമെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.